ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആയില്ലെന്ന കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവാണ് പ്രതിപക്ഷം സർക്കാരിനും SITക്കുമെതിരെ ആയുധമാക്കുന്നത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം SIT വ്യക്തമാക്കണമെന്നും ഗൂഢാലോചന നടന്നുവെന്ന് സംശയിക്കുന്നതായും സതീശൻ പറഞ്ഞു. തന്ത്രിയെ കുടുക്കി ബോധപൂർവം കേസ് വഴിതിരിക്കാൻ ശ്രമം നടന്നുവെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആരോപണം. തന്ത്രിയെ വീണ്ടും കുടുക്കാനാണ് അപ്പീൽ പോകാൻ ഒരുങ്ങുന്നതെന്നും തിരുവഞ്ചൂർ വിമർശിച്ചു. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹം ഏത് കുറ്റകൃത്യമാണ് ചെയ്തത്? ഏത് തരത്തിലുള്ള പങ്കാളിത്തമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി തന്ത്രിക്കുള്ളത് എന്ന് SIT പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CPMനെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തെളിവും പിന്നെ ശേഖരിച്ചതായും SIT പറഞ്ഞിട്ടില്ല. തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാൾ, ശബരിമല തന്ത്രിയെ പോലുള്ള ഒരാൾ 40 ദിവസം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നതിനെ കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം. വീണ്ടും ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ്, കൊടുക്കാനെന്ന് പറയുന്നതിനേക്കാൾ നീട്ടിക്കൊണ്ടു പോകാനാണെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എങ്ങനെയെങ്കിലും തട്ടി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഡിലേയിങ് ടാക്ടിക്സിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമില്ലാതെ ഒരു തന്ത്രിയെ കുടുക്കി കോടതി ആ കാര്യത്തിൽ സത്യസന്ധമായി ഒരു നിലപാടെടുത്തു. തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് കോടതി പരസ്യമായി പറഞ്ഞു. എന്നിട്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിയ ആളുകൾ കയ്യും കെട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊരു മട്ടിൽ. അപ്പോൾ ഒരു ബാഹ്യസമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യല്ലേ? ആ ബാഹ്യസമ്മർദ്ദം ചെലുത്തിയത് ആര് എന്നുള്ളത് ഇനിയെങ്കിലും തുറന്നു പറയാൻ കഴിയണം. ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർക്ക് ഭയപ്പാടാണ്, അവർ പറയില്ല. ആ ഭയപ്പാടിന്റെ ഒരു അടിസ്ഥാനത്തിലാണല്ലോ തന്ത്രിയെ തന്നെ കൊടുക്കാൻ ഇടയായത്. ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ഒരു മുഖം മാത്രമാണ്. ഇതിലെ പിന്നിൽ ഡയറക്ഷൻ ആരുള്ളതാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിന് പിന്നിൽ കളിച്ചിട്ടുള്ളതാരാണ്? വെറുതെ ഇങ്ങനെയൊന്നും വരില്ലല്ലോ. പിന്നിൽ കളിച്ചതാരാണ് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടത്. SITക്കുള്ള ആളുകളെ വിടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതിനകത്ത് വേണമെങ്കിൽ കോടതിക്ക് പാനൽ ചോദിക്കാം. എന്നാലും ഗവൺമെന്റ് ആ പാനൽ കൊടുക്കുന്നത്, ആ പാനലിനകത്തുനിന്ന് മാത്രമേ ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, കോടതിയുടെ ആ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇത്രയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റിയത്. അതേ കോടതി തന്നെയല്ലേ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.